ഉസ്താദെ, എന്നും കുന്നും ലോണാണ് ഉസ്താദെ. ഈ ലോണിൽ നിന്ന് ഒരു വിധത്തിൽ കരകയറാൻ കഴിയുന്നില്ല. കടങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി ബുദ്ധിമുട്ടി വല്ലാതെ ജീവിതം അവസാനിക്കാനുള്ള ഘട്ടത്തിൽ നിൽക്കുകയാണ് എന്ന് പറയുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. ഗൾഫ് നാടുകളിൽ കിടന്ന് കഷ്ടപ്പെടാണ് ഉസ്താദെ. ഒരു ഉപയോഗവും ഇല്ല, കഷ്ടപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. പൈസ ഒന്നും മിച്ചം പിടിക്കാൻ പറ്റുന്നില്ല, ഒരു സേവിങ്സ് ഇല്ല ഉസ്താദെ. ജീവിതത്തിൽ എത്ര സമ്പാദിച്ചിട്ടും അതൊക്കെ വല്ലാണ്ട് ചെലവായി പോവുകയാണ് ഉസ്താദെ എന്ന് പറയുന്ന ആളുകൾക്ക്, പ്രിയപ്പെട്ടവരെ, 8 കാര്യങ്ങൾ വളരെയേറെ എഫക്റ്റീവായി ഉപകാരപ്പെടുന്ന 8 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വീഡിയോ പ്രിയപ്പെട്ടവരെ വളരെയധികം ഉപകാരപ്പെടും എന്ന് ഉറപ്പ് തരാൻ കഴിയും. കാര്യം 8 കാര്യങ്ങളും മഹത്തുക്കൾ ചെയ്ത് ഫലം കണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് നമുക്ക് വീഡിയോയിലൂടെ പഠിക്കാം. ഉസ്താദെ, സാമ്പത്തിക അഭിവൃദ്ധി വേണം ഉസ്താദെ. എൻ്റെ കച്ചവടത്തിൽ ബറക്കത്ത് ഉണ്ടാവണം ഉസ്താദെ. എൻ്റെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഐശ്വര്യങ്ങൾ വന്നു ചേരാൻ ഞാൻ എന്താ ചെയ്യുക? പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരാൻ, സമ്പത്തിൽ ബറക്കത്ത് വന്നു ചേരാൻ, ജോലിയിൽ, കച്ചവടത്തിൽ ഏത് വരുമാന മാർഗമാണോ അതിൽ ബറക്കത്ത് വന്നു ചേരാൻ അള്ളാഹു തആല നമ്മെ സഹായിക്കുന്ന ടിപ്സാണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേൾക്കുന്നതും പഠിക്കുന്നതുമായ അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാണ് കാര്യങ്ങളെന്ന് വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. അതിനായി റബ്ബിനോട് എന്നും ദുആ ചെയ്യുന്നു. അല്ലാഹു നമ്മളെയൊക്കെ ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. കമൻറ്റ് സെക്ഷനുകളിൽ ദുആ വസിയത്തുകൾ അറിയിക്കുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ, അല്ലാഹു അവർക്കൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കട്ടെ. വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇല്ലായ്മ ചെയ്തു കൊടുത്ത് സന്തോഷിപ്പിക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, പരാധീനതകൾ, പരിഭവങ്ങൾക്ക് അള്ളാഹു പരിഹാരം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം 8 കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ പഠിപ്പിച്ചു തരാൻ. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഒരു പ്രയാസം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ലോണെങ്കിൽ ലോണ്, ആ ലോൺ അള്ളാഹു തആല അടച്ച് വീട്ടാനുള്ള ഹലാലായ വരുമാനം നമ്മിലേക്ക് എത്തിച്ചു തരാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ആ രൂപത്തിൽ അള്ളാഹു തആല നമ്മുടെ ആഗ്രഹം സാധിപ്പിച്ചു തരുന്ന, കടത്തിൽ മുങ്ങിപ്പോയ ആളുകൾക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന 8 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. പെട്ടെന്ന് തന്നെ പഠിക്കുക. ഒന്നാമത്തെ കാര്യം, എഴുതി വെച്ച് വേണമെങ്കിൽ പഠിച്ചോളയും പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിലെ കടങ്ങൾ മാറാൻ ഇത് ഉപകരിക്കും എന്നുള്ളതാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 100 പ്രാവശ്യം ചൊല്ലുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇസ്തിഗ്ഫാർ, നിങ്ങൾക്ക് പലർക്കും പുച്ഛമാണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത്. ഉസ്താദേ, ഇതാണോ എന്ന് ചോദിക്കേണ്ട. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ ഇതിന് വല്ലാത്ത ബറക്കത്തുണ്ടെന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചെന്ന കാര്യമാണ്. ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതിലൂടെ സമ്പത്തും സന്താനവും വർദ്ധിക്കുമെന്ന് ഖുർആൻ പഠിപ്പിച്ചു തന്ന പുണ്യമാക്കപ്പെട്ട ദിക്റാണ് ഇസ്തിഗ്ഫാർ. സൂറത്തുൽ നൂഹിലത്ത് വെച്ച് നോക്കിയാൽ നമുക്ക് കാണാം പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ദുആ ചെയ്യുക. ആ ദുആ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. സാധാരണ നമ്മളെപ്പോഴും ദുആ ചെയ്യാറുണ്ട്, എപ്പോഴും ദുആ ചെയ്യാം. നമ്മളെ കൊണ്ട് എപ്പോഴൊക്കെ കഴിയോ അപ്പോഴൊക്കെ ദുആ ചെയ്യുക. കാരണം ദുആ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അള്ളാഹു വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ദുആ എന്ന് പറയുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പം ആ ദുആ ഇങ്ങനെ വർദ്ധിപ്പിക്കുക, ആ കാര്യം ഇങ്ങനെ അള്ളാഹു പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ദുആ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെ ദുആ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 10 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലുക. അങ്ങനെയും കൂടെ ഉണ്ട്. ദുആ നമ്മളെപ്പോഴും ചെയ്യുക, അതിനോടൊപ്പം തന്നെ ദുആ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് 10 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇങ്ങനെ 10 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് നാഥനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സുബഹി കഴിഞ്ഞിട്ട്, സുബഹി നമസ്കാരം അപ്പം നിർബന്ധമാണെന്ന് മനസ്സിലായേ? സുബഹി ഇല്ലാതെ കിടന്നുറങ്ങുന്നവരെ ശ്രദ്ധിക്കുക. സുബഹി നമസ്കാരം നിർബന്ധമാണ്. സുബഹി കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്നുള്ള ഈ ദിക്ർ 100 പ്രാവശ്യം ചൊല്ലുക എന്നുള്ളതാണ്. ഇതാണ് മൂന്നാമത്തെ കാര്യം. മനസ്സിലായല്ലോ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന് പറയുന്ന ഈ ദിക്ർ 100 പ്രാവശ്യം ദിവസവും ചൊല്ലുക. ഇനി നാലാമത്തെ കാര്യം,
സൂറത്തുൽ ബലദ് അറിയോ പ്രിയപ്പെട്ടവരെ? സൂറത്തുൽ ബലദ്, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷം ഒരു പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം മതി, ഒരു പ്രാവശ്യം പാരായണം ചെയ്യാം. അതാണ് 4ാമത്തെ കാര്യം. 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ അവസാനത്തെ 10 സൂറത്തുകൾ ഉണ്ടല്ലോ, സൂറത്തുൽ ഫീൽ മുതൽ തുടങ്ങി സൂറത്തുൽ നാസിൽ അവസാനിക്കുന്ന ഈ 10 സൂറത്തുകൾ എല്ലാ ദിവസവും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ചെയ്യാനാണ്. ഡെയിലി നമ്മൾ ചെയ്യുക, ഡെയിലി ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്തുക. 10 സൂറത്തുകൾ, സൂറത്തുൽ ഫീൽ മുതൽ സൂറത്തുൽ നാസ് വരെ എന്ത് ചെയ്യുക? ഓതുക. ഒരു പ്രാവശ്യം ഓതിയാൽ ഇൻഷാ അല്ലാഹ്. അതാണ് 5ാമത്തെ കാര്യം. 6ാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ നിസ്കാര ശേഷവും സൂറത്തുൽ ഹുമസ, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ എന്ന് പറയുന്ന ഈ സൂറത്ത് ഒറ്റ പ്രാവശ്യം പാരായണം ചെയ്യുക, ഒരു പ്രാവശ്യം. അതാണ് 6ാമത്തെ കാര്യം. 7ാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ, ഇശാ മഗ്രിബിന്റെ ഇടയിൽ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുക. വളരെ 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 എഫക്റ്റീവായ കാര്യമാണ്. സൂറത്തുൽ വാഖിഅ വലിയ പവർഫുള്ളായ സൂറത്താണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാരിദ്ര്യത്തിന് കൊടുത്ത മരുന്നാണ് സൂറത്തുൽ വാഖിഅ എന്ന് പറയുന്നത്. ഈ വാഖിഅ സൂറത്ത് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തന്ന് എത്രയോ പേരുടെ ദാരിദ്ര്യങ്ങൾ നീങ്ങിയിട്ടുണ്ടെന്നറിയോ? ജീവിതത്തിൽ സമ്പത്തില്ലാത്ത ഒരവസ്ഥ വരാത്ത രൂപത്തിൽ കടന്നു വന്നിട്ടുണ്ട് സൂറത്തുൽ വാഖിഅയുടെ ബറക്കത്ത് കൊണ്ട്. അപ്പൊ ഈ സൂറത്തുൽ വാഖിഅ മുറുകെ പിടിക്കുക പ്രിയപ്പെട്ടവരെ, ഇഖ്ലാസോടെ ആത്മാർത്ഥതയോടുകൂടി ഓതുക. അതാണ് 6ാമത്തെ കാര്യം, അല്ല 7ാമത്തെ കാര്യം. 7ാമത്തെ കാര്യം ഇശാ മഗ്രിബിന്റെ ഇടയിൽ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുക. 8ാമത്തെ കാര്യം സൂറത്തു ആലു ഇമ്രാനിലെ 26, 27 ഈ ആയത്ത്, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, യാതനകൾ, വേദനകൾ ഒക്കെ മാറാൻ അല്ലാഹു തആല നമ്മെ സഹായിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള 8 കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഐശ്വര്യമുണ്ടാകും എന്നുള്ളതാണ്. അത് വലിയ കാര്യമാണ്. അള്ളാഹു ഐശ്വര്യം തരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമായിട്ട് നമ്മൾ കാണരുത് പ്രിയപ്പെട്ടവരെ, അത് വലിയ കാര്യമാണ്. ഐശ്വര്യപൂർണമായ ജീവിതം ഇന്ന് പലർക്കും ഇല്ലാത്തത് കൊണ്ടാണ് ആത്മഹത്യകൾ നടക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാര് അവരുടെ ഇടയിൽ ഒരു സ്നേഹമില്ലാത്ത, ഇമ്പമില്ലാത്ത ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ കാര്യം ഐശ്വര്യമില്ലാത്തതിന്റെ കാരണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഐശ്വര്യമില്ലാത്ത ജീവിതം കൊടുത്തതിന്റെ കാരണത്താലാണ് അതൊക്കെ സംഭവിക്കുന്നത്. അതുപോലെ അപകടങ്ങൾ, ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ കാവലാണ് പ്രിയപ്പെട്ടവരെ. അപകടമില്ലാത്തൊരവസ്ഥ തരും, ദാരിദ്ര്യം വിട്ട് മാറ്റിത്തരും അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇന്നത്തെ കാലം നമുക്കറിയാം, വല്ലാണ്ട് ആക്സിഡന്റുകൾ അധികരിക്കുന്ന കാലമാണ്. നമ്മളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്. ആ വാഹനങ്ങളിൽ കയറുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ദുആ വരെ ചൊല്ലാൻ മറന്നു പോകുന്നവരാണ്. എങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ, അള്ളാഹു കാവലാളായി നിൽക്കും. ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നു. ഈ കാര്യം ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രത്യേകം ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഫർളായ കർമ്മങ്ങൾക്ക് യാതൊരു കാരണവശാലും ഒരു കേടുപാടും സംഭവിക്കാൻ പാടില്ല. നമസ്കാരം അത് വളരെ കൃത്യതയോടുകൂടി നിസ്കരിക്കുക, സുന്നത്തുകൾ ചെയ്യുക. അതിനോടൊപ്പമാണ് ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങൾ. അല്ലാതെ നിസ്കാരമില്ല, സുബഹിയില്ല, ഖുർആനോദലില്ല, ഒന്നുമില്ലാതെ ഈ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ അതിന് ഫലം ഉണ്ടാവില്ല. അത് ഞാൻ പ്രത്യേകം എടുത്തു പറയാണ്. നമസ്കാരം അത് ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്, അത് മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. നിസ്കാരത്തിനോടൊപ്പം ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന കാര്യങ്ങൾ കൂടി, ഈ പറയപ്പെട്ട കാര്യങ്ങൾ കൂടി ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ കൊണ്ടുവന്നാൽ റാഹത്താണ്, സന്തോഷമാണ്, സലാമത്താണ്. നിങ്ങൾ വേണമെങ്കിൽ ചെയ്തു നോക്കിക്കോളി. ചെയ്യുമ്പോൾ മനസ്സിൽ നിയത്ത് കൊണ്ടുവരിക, ഇതെൻ്റെ റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഇഖ്ലാസോടെ ഞാൻ ചൊല്ലുകയാണെന്നുള്ള നിയത്ത് കൊണ്ടുവരിക. ഇത് കാരണമായിട്ട് എൻ്റെ റബ്ബ് എൻ്റെ ജീവിതത്തിൽ ബറക്കത്ത്, ഐശ്വര്യങ്ങൾ കൊണ്ട് തരണം, സന്തോഷം കൊണ്ട് തരണം, സമാധാനം കൊണ്ട് തരണം പ്രിയപ്പെട്ടവരെ എന്നുള്ള പരിപൂർണമായിട്ടുള്ള ഇഖ്ലാസുള്ള നിയത്തിൽ ഇൻഷാ അല്ലാഹ് പാരായണം ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേര് കമന്റ് സെക്ഷനുകളിൽ ദുആ വസിയത്തുകൾ അറിയിക്കുന്നുണ്ട്. എന്തോരം വസിയത്തുകളാണ്! സദേ കടമാണ്, വല്ലാണ്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ദുആ വസിയത്തുകളാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് എന്ന് ഉറപ്പ് തരാൻ കഴിയും. കാര്യം ഈ 8 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കിക്കോ,
ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. ഉറപ്പാണ് ഉറപ്പാണ് ഉറപ്പാണ്. നമ്മൾ കണ്ടീഷൻസ് പറഞ്ഞിരുന്നു. നിസ്കാരത്തിൻ്റെ കാര്യം മറന്നു പോകരുത്, സുന്നത്താക്കപ്പെട്ട കാര്യങ്ങൾ മറന്നു പോകരുത്. അതൊക്കെ അതിനോടൊപ്പം ചെയ്യേണ്ടുന്ന 8 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ നമ്മൾ പ്രതിപാദിച്ചിട്ടുള്ളത്. അല്ലാഹു നമ്മളെയൊക്കെ ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു നമ്മളെയൊക്കെ സ്വീകരിക്കട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.